ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ദോശയും സാമ്പാറും ചട്നിയൊക്കെ ആയിരുന്നു. കൂട്ടത്തിൽ ഒരു രസത്തിന് വേണ്ടിയിട്ട് നമ്മുടെ ഉണ്ണിയപ്പ ചട്ടിയിലെ കുറച്ച് ദോശമാവ് ഉണ്ടാക്കിയിട്ട് എന്താ പറയണ്ടേ, ഉണ്ണിയപ്പം എന്ന് പറയാൻ പറ്റില്ലല്ലോ, അപ്പൊ ഒരു കുഞ്ഞു കുഞ്ഞു ഇഡലിയാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ കുടിക്കാൻ നല്ല കുക്കുംബർ ജ്യൂസ് റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. ഇതൊക്കെയായിരുന്നു ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. സൗദിയിൽ എല്ലാരും ചോദിക്കേണ്ട ഒരു കാര്യമുണ്ട്, സൗദിയിൽ പർദ്ദ നിർബന്ധമാണോന്ന്. സൗദിയിൽ പർദ്ദ ഒന്നും വേണ്ടാന്നേ, ഇപ്പൊ നിർബന്ധമല്ല കേട്ടോ, വേണ്ടാന്നല്ല. ഓ, ഇന്ന് ഭയങ്കര ചൂടാണ്, ഒരു രക്ഷയില്ലാത്ത ചൂടാണ്. ചൂടൊക്കെ നോക്കിയിട്ട് കാര്യമില്ല, ഇന്ന് പുറത്ത് പോകേണ്ട ഒരു ആവശ്യമുണ്ട്. ഈ വീഡിയോ കുറച്ച് എനിക്കൊന്ന് വ്യാഴം, വെള്ളി, ശനി, ഞായർ മൊത്തത്തിൽ മിക്സ് ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ പോകുന്നതിന് മുമ്പ് പോയിട്ട് വരുമ്പോഴത്തേക്ക് കുറച്ച് താമസിക്കുവേ. അപ്പോൾ ദേ 2 ഏത്തക്ക ഉണ്ടായിരുന്നു, കൊഴുക്കട്ടയാക്കി വെച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. അതാകുമ്പോഴത്തേക്ക് പോയിട്ട് പുറത്തുനിന്ന് ഫുഡ് കഴിക്കണ്ടല്ലോ, പോയി വരുമ്പോഴത്തേക്ക് ഒരു കോഫിയൊക്കെ ഇട്ടിട്ട് കൊഴുക്കട്ടയൊക്കെ കഴിച്ച് നമുക്ക് പിന്നെ ഒരു സിനിമയൊക്കെ കണ്ട് കിടന്നുറങ്ങാമല്ലോ. ഇന്ന് വ്യാഴാഴ്ചയാണ്, അപ്പോൾ വെള്ളി ശനിയൊക്കെ അവധിയാണ്. അപ്പം നമുക്ക് സിനിമയൊക്കെ കണ്ടിരിക്കാം. അപ്പം ഞാൻ കൊഴുക്കട്ടയൊക്കെ വേഗമാക്കി, ഞാൻ കൊഴുക്കട്ട ആക്കുന്നൊന്നും കാണിക്കുന്നില്ല. അങ്ങനെ റെഡിയായിട്ട് പുറത്തേക്ക് ഇറങ്ങി. കല്ല് കണ്ടിവിടെ റെഡിയായിട്ട് ഓടി വരുന്നുണ്ട്. കല്ല് ഭയങ്കര ആവേശത്തിലാണ് നിൽക്കുന്നത്. കണ്ടില്ലേ, കയ്യിൽ ഫോണുണ്ട്. നമ്മളിപ്പോൾ പുറത്ത് പോകുന്നതിൻ്റെ മെയിൻ റീസൺ ഇവളുടെ ഈ ഫോൺ യൂസാണ്. അപ്പോൾ അതൊക്കെ ഇന്ന് ഞാൻ ഈ വീഡിയോയിൽ പറയാവേ. നല്ല ചൂടാണ്. നമ്മൾ ഇറങ്ങിയപ്പോൾ എനിക്ക് തോന്നുന്നു 5 മണി 5:30 ആയി. പക്ഷെ എന്നിട്ട് നല്ല വെയിലുണ്ട്, നല്ല ചൂടുമായിരുന്നു. അങ്ങനെ നമ്മൾ എത്തേണ്ട സ്ഥലത്തൊക്കെ എത്തി. പിന്നെ ഞങ്ങതേ കല്യാണി അവിടെ ആക്കിയിട്ട് ഞാൻ കുറച്ച് നേരം ഇങ്ങനെ വെളിയിൽ വെയിറ്റ് ചെയ്യുന്നുണ്ട്. നല്ല ചൂടാണ്. അങ്ങനെ ഇരുന്ന് നല്ല വിശപ്പടിച്ചു. ഒരു 9 മണി 9:30 ആയി. കാരണം ആളിങ്ങനെ പെട്ടെന്ന് എല്ലാവരുമായിട്ട് സെറ്റാകുന്ന ആളല്ല കല്യാണി. പ്രത്യേകിച്ച് പരിചയമില്ലാത്തവരുടെ ആൾ ഒട്ടും പോകത്തേയില്ല. അപ്പോൾ ആളെ ഒന്ന് ഇണക്കിയൊക്കെ എടുത്ത് ആക്കാൻ വേണ്ടിയിട്ടേ കുറച്ച് ടൈം എടുത്ത്. ഇനിയിപ്പോൾ സ്കൂളിൽ കൊണ്ടുപോയ പോലും ആൾ സ്കൂളിൽ തന്നെ പോയിക്കോളൂ. സ്കൂൾ വണ്ടിയിലാണെങ്കിൽ ആൾ തന്നെ സ്കൂളിൽ കയറി പോകും. പക്ഷെ ഞാൻ കൊണ്ടുവിടുവാണെങ്കിൽ, അല്ലെങ്കിൽ മനു കൊണ്ടുവിടുവാണെങ്കിൽ ആൾക്ക് സങ്കടമാണ്. അങ്ങനെതാ വിശന്നാ നമ്മളല്ലാതാകും എന്ന് പറയില്ലേ, അതാണ് എൻ്റെ കെട്ടിയോന്. അതുകൊണ്ട് നമ്മളിത് ഈ ഫുഡൊക്കെ കഴിക്കാൻ വന്നിട്ട് ഞാൻ സ്ഥിരം പറയണ പോലെ ബിരിയാണി പറഞ്ഞിട്ടുണ്ട്. കല്യാണിയാണെങ്കിൽ സ്ഥിരം പറയണ പോലെ ചിക്കൻ ലോലിപോപ്പ്, മനു ആണെങ്കിൽ പൊറോട്ടയും ബീഫും. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് നമ്മൾ ഒരു ഷേക്കൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഫുഡ് കഴിച്ച് നേരെ നമ്മൾ ഇറങ്ങി. നമ്മൾ ഷേക്കും ഒരു പൈനാപ്പിൾ ജ്യൂസും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് പാഴ്സലാക്കിയിട്ടാണ് ഇറങ്ങിയത്. കാരണം അതാകുമ്പോൾ നമ്മൾക്കിപ്പോൾ ഇതൊക്കെ ഇങ്ങനെ കുടിച്ചിട്ട് പോയാൽ മതിയല്ലോ, ഇല്ലെങ്കിൽ അവിടെ ഇരുന്ന് വീണ്ടും ടൈം പോകൂലേ. ഇപ്പം തന്നെ എനിക്കൊന്ന് 10:30 ആയിട്ടുണ്ടാവും ടൈം. അങ്ങനെ ഞങ്ങൾ കാറിലിരുന്ന് ഞാൻ ഷേക്ക് കുടിച്ചു. കല്ലു പൈനാപ്പിൾ ജ്യൂസ്. ശരിക്കും എനിക്ക് പൈനാപ്പിൾ ജ്യൂസും കല്ലുവിന് ഷേക്കുമായിരുന്നു പറഞ്ഞത്. കല്ലു പക്ഷേ ടേസ്റ്റ് ചെയ്തപ്പോൾ കല്ലുവിന് പൈനാപ്പിൾ ജ്യൂസാണ് ഇഷ്ടപ്പെട്ടത്. കല്ലു ആണെങ്കിൽ പിണങ്ങിയിരിക്കുക. ഐസ്ക്രീം കിട്ടി, കഴിച്ചു. പക്ഷെ എന്തിനായിരുന്നു ഈ പിണക്കമെന്ന് ഞാൻ മറന്നുപോയി. അങ്ങനത്തെ സൗദി രാത്രി കാണാൻ നല്ല ഭംഗിയാണ്, ഫുൾ ലൈറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട്. ഇനിയുള്ള വീഡിയോ എന്ന് വെച്ചാൽ സാറ്റർഡേ മോർണിംഗ് ആണേ. സാറ്റർഡേ അല്ല, ഫ്രൈഡേ മോർണിംഗ്. അപ്പോൾ നമ്മൾ ചിക്കൻ കറിയും നെയ്ച്ചോറും ഒക്കെ ആക്കിയിട്ടാണ് ഇനിയും പുറത്തിറങ്ങുന്നത്. ഇതാണ് ഞാൻ പറഞ്ഞില്ലേ, ഇങ്ങനെ ഇപ്പോൾ സ്കൂള് വെക്കേഷനും കൂടി ആയതുകൊണ്ട് കല്യാണി ഫുൾ ടൈം ഫോണിലാണ്. ഇവളുടെ ഈ ഫോൺ യൂസ് കാരണമാണ് നമ്മൾ മെയിനായിട്ട് പുറത്തിറങ്ങുന്നത്. 2 ദിവസം സമയം കിട്ടാനത് കൊണ്ട് തന്നെ എൻ്റെ ചെടികൾക്കൊന്നും വെള്ളം ഒഴിക്കാനേ പറ്റിയില്ല. അപ്പോൾ അതിൻ്റെ മണ്ണും കൂടുതലും ഇവിടുത്തെ ചെടികൾ ചകിരിച്ചോറിലാണ് നിൽക്കുന്നത്. ഗാർഡൻ സോയിലും ചകിരിച്ചോറും ഒക്കെ മിക്സ് ചെയ്തിട്ടാണ് നിൽക്കുന്നത്. ഈ പ്ലാന്റിൻ്റെ നിറയെ ലീവ്സ് യെല്ലോയിഷ് കളറായിപ്പോയി. ഇനി ഇതൊന്ന് റീപോർട്ട് ചെയ്യുകയൊക്കെ വേണം. അതിനുള്ളൊരു ചട്ടി മേടിക്കണം വലുത്. അപ്പോൾ എൻ്റെ പീസ് ലില്ലി പൂവൊക്കെ നല്ല അടിപൊളിയായിട്ട് നിൽപ്പുണ്ട്. എല്ലാ ചെടിക്കും വെള്ളം ഒഴിച്ചു. എൻ്റെ മിനിയേച്ചർ പീസ് ലില്ലി കാണുന്നുണ്ടോ? അങ്ങനെ എൻ്റെ പീസ് ലില്ലിയിൽ അടുത്തൊരു ഫ്ലവറും കൂടി വരുന്നുണ്ട്. നേരത്തെ ഉണ്ടായിരുന്ന ഫ്ലവറൊക്കെ ഏകദേശം പോയിട്ടുണ്ട്. ഇത് പുതിയതായിട്ട് വന്നൊരു ഫ്ലവറാണ്. ഇത് നേരത്തെ ഉണ്ടായിരുന്നൊരു ഫ്ലവറാണ്. ഈ വൈറ്റ് ഇത് പുതിയതായിട്ട് വന്നതായിരുന്നു. ഇപ്പോൾ വെള്ളം ഒഴിച്ചപ്പോൾ കണ്ടതാണ്. പുതിയൊരു ഫ്ലവർ വരുന്നുണ്ട്. ഈ വീഡിയോ എടുത്തപ്പോൾ കണ്ടതാണ്. അകത്ത് വേറൊരു ഫ്ലവറും കൂടി വരുന്നുണ്ട്. കാണാൻ പറ്റുന്നുണ്ടോ എന്നറിയില്ല. അവിടെയായിട്ട്. പിന്നെ ഇത് ഞാൻ ഒരു കമ്പ് നട്ട് കിളിപ്പിച്ചെടുത്തതാണ്. അതിൽ നട്ടപ്പോൾ ഉണ്ടായിരുന്ന ഒരു ഇലയാണ് ഇത് ഏകദേശം പോയി. പക്ഷേ താഴേന്ന് പൊട്ടി കിളിച്ചിട്ടുണ്ട്.
അപ്പോൾ കമ്പായിട്ട് കളിപ്പിക്കാൻ പറ്റുമെന്ന് മനസ്സിലായി. ഞാൻ പക്ഷെ കുറേ പ്രാവശ്യം ഈ വെള്ളത്തിലിട്ടൊക്കെ ട്രൈ ചെയ്ത് നോക്കിയായിരുന്നു. എല്ലാം പെട്ടെന്ന് തന്നെ അഴുകിപ്പോയിരുന്നു. എനിക്കൊന്ന് ഇതുപോലെ ചകിരിച്ചോറിലൊക്കെ നട്ട് വെച്ചാൽ കിളുത്ത് കിട്ടുമെന്ന് തോന്നുന്നു. നീ ഇതെങ്ങ് കളയണം. അതൊന്ന് കുറച്ച് പൊങ്ങിട്ട് കളയാം. അതുവരെ നിൽക്കട്ടെ. ചിക്കൻ കറി നന്നായിട്ട് പറ്റിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നന്നായിട്ട് തിളക്കുന്നുണ്ട്. ഞാൻ ഇന്ന് ചട്ടിയിലാണ് വെച്ചത് ചിക്കൻ കറി, പക്ഷേ ഒന്ന് അടുക്കി പറ്റുന്നുണ്ട്. ഇത് നെയ്ച്ചോറ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. റൈസ് ആക്കിയിട്ടുണ്ട്. ഇനി ഒന്ന് സവാളയും കുറച്ച് കിസ്മിസ് അണ്ടിപ്പരിപ്പൊക്കെ ഒന്ന് വറുത്ത് ചേർക്കണം. ഇത് ശരിക്കും ഒരു വ്യാഴം, വെള്ളി, ശനി, ഞായർ ഒരു 4 ദിവസത്തെ വീഡിയോസ് മിക്സ് ചെയ്തൊരു വ്ളോഗാണ്. ഇത് ഞാൻ കിച്ചണിൽ ഞാൻ കിച്ചണിലാക്കി. ചുമ്മാ കിച്ചണിൽ നിൽക്കുമ്പോഴും എന്തെങ്കിലുമൊക്കെ കാണാമല്ലോ. കുക്കിംഗ് ഒക്കെ കഴിഞ്ഞ് ഞാൻ എന്താ കുളിക്കാൻ പോകാനുള്ള എണ്ണയൊക്കെ തേക്കുവാണ്. ഇനി കുളിച്ചിട്ട് വേണം ഫുഡ് കഴിക്കാൻ. അപ്പം ഞാൻ കല്യാണിക്ക് ഫുഡൊക്കെ കൊടുത്തു. എനിക്ക് കഴിക്കാനുള്ള ഫുഡും എടുത്തു. നെയ്ച്ചോറും ചിക്കൻ കറിയും ഒരു സാലഡും. അങ്ങനെ ഫുഡ് കഴിച്ചിട്ട് വേണം ഇന്ന് വേഗം ഇറങ്ങാൻ. എല്ലാവരും ചോദിക്കാറുണ്ട് സൗദിയിൽ പർദ്ദ നിർബന്ധമാണോ എന്ന്. സൗദിയിൽ പർദ്ദ നിർബന്ധമൊന്നുമല്ല. ആയിരുന്നു പണ്ട്, പക്ഷെ ഇപ്പം അങ്ങനെ പർദ്ദ നിർബന്ധമൊന്നുമല്ല. ശർക്കര നോക്കാം നമുക്ക്. ആളുടെ വീട് തിരുപ്പതിയാണേ. അപ്പം ആള് എനിക്കൊന്ന് തിരുപ്പതി ടെമ്പിളിൽ പോയപ്പോൾ വാങ്ങിയതാ. ഓ, ഇത് കല്ലൂന്നാണെന്ന് തോന്നുന്നു. നമുക്ക് പൊട്ടിക്കാം. ഇത് പൊട്ടിക്കട്ടെ. തിരുപ്പതി ദൈവത്തിൻ്റെ ഫോട്ടോ, സ്റ്റാച്ചു, അവിടുത്തെ ശർക്കര, നമ്മുടെ ലക്കി ബാബ. പിന്നെ അത് ഇതിലെന്തൊക്കെയോ ഉണ്ട്. ഓപ്പൺ ചെയ്യും. കല്യാണി മാല. നല്ല സൂപ്പർ മാലയാണ്. ഇതെന്താ സംഭവം? ടെക്സ് കുങ്കുമം. എനിക്കൊന്ന് പൊട്ട് കൊടുന്നാണെന്ന് തോന്നുന്നു. ഓ സൂപ്പർ. അതിലും ബ്ലാക്ക് കളർ. എൻ്റെ ഫ്രണ്ട് ഇന്ദു നാട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. ആള് വന്നില്ല. ആളിനി ഓഗസ്റ്റിലേ വരത്തേ ഉള്ളൂ. ഓഗസ്റ്റ് ലാസ്റ്റേ വരുള്ളൂ. അപ്പം അവർ തിരുപ്പതി ടെമ്പിളിലൊക്കെ പോകുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ദുവിൻ്റെ ഹസ്ബൻഡിൻ്റെ കൈ കൊടുത്തു വിട്ടതാ. അത് ശർക്കരയല്ലായിരുന്നു കേട്ടോ. എനിക്കൊന്നു ടെമ്പിളിലെ പ്രസാദമായിരുന്നു തോന്നുന്നു. ലഡുവാണേ. അങ്ങനെ അതൊക്കെ നമ്മളവിടെ ഓപ്പൺ ചെയ്തു, കണ്ടു. താങ്ക് യു ഇന്ദു. അങ്ങനെ നമ്മൾ നേരെ ഇറങ്ങി അവിടുത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ചട്ടി മേടിക്കണമല്ലോ, പോട്ട് മേടിക്കണമല്ലോ. എൻ്റെ ചെടി റീപ്പോർട്ട് ചെയ്യണം. ഇനി റിപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ ചെടി മൊത്തത്തിലൊരു പരിവാകും. രാവിലെ ഞാനൊക്കെ റീപ്പോർട്ട് ചെയ്യുന്ന പരിപാടിയൊക്കെ നടത്താന്ന് വെച്ച് ഇന്നലെ രാത്രിയിലാണല്ലോ പോട്ട് മേടിച്ചേ. ഈ ഒരു സൈസിനെ കുറച്ച് വലിയ പോട്ട. ഇതിൽ കാണുന്നതിനേക്കാളും കുറച്ച് വലിയ സൈസ് ഉണ്ട്. ഇനി ഇതിനകത്തും എന്റെ കുറേ കാലിച്ചട്ടികളുണ്ട്. അതിനകത്ത് മണ്ണൊക്കെ വേണം എനിക്ക് ഇതിനകത്ത് ഇനി നിറച്ചെടുക്കാന്. ഇതിനകത്ത് ഓൾറെഡി ഒരു 4 ഹോളുണ്ട്. 1 2 3 4. അപ്പം ഇവിടെ ചിലപ്പോൾ വെള്ളം കെട്ടി നിൽക്കാൻ ചാൻസ് ഉണ്ടല്ലോ. അപ്പൊ ഇവിടെയും കൂടി നമുക്കൊരു 2 ഹോളെങ്കിലും ഇട്ട് കൊടുക്കാം. എനിക്കറിയില്ല ഇത് വെച്ചിട്ട് പറ്റുമോ എന്ന് ട്രൈ ചെയ്ത് നോക്കാം. അനങ്ങണില്ല.
ആ പറ്റുന്നുണ്ട്. പക്ഷെ ടൈം എടുക്കുന്ന പ്രോസസ്സാണ് ഒരു കുറച്ച് ടൈം എടുക്കും എന്തായാലും. ഇവിടെ ഹോളിലിട്ടില്ലെങ്കിലുള്ള പ്രശ്നം ഇത് ഇച്ചിരി താന്നല്ലേ, ഇതിനകത്ത് വെള്ളം നിന്നിട്ട് എന്തായാലും വേര് താഴേക്ക് വരും. അപ്പം ചെടി ചീഞ്ഞു പോകാനൊക്കെ ചാൻസ് ഉണ്ട്. എന്റെ നാട്ടിൽ അങ്ങനെ പറ്റിയിട്ടുണ്ട്. ഇതിവിടെ കിട്ടുന്ന ഒരു ലൈറ്ററാ. അപ്പം ഒന്ന് ചെറുതായിട്ട് ഉരുക്കി കൊടുത്തിട്ടേ നമ്മൾ ഹോൾ ഇടുവാണെങ്കിൽ ഈസിയാണെന്ന് മനസ്സിലായി. അപ്പൊ ഒന്ന് കട്ട് ചെയ്തിട്ട് നോക്കേ, ഇത് വെച്ച് ചെറുതായിട്ടൊന്ന് ഇതാക്കിയിട്ട് ഇനി നമുക്ക് ഹോളിടാം. ഇതാ ഇത് ലോക്കാണെന്ന് തോന്നുന്നു. ലോക്ക് മാറ്റിയാൽ ഇങ്ങനെ തീ വരും. അപ്പം നമുക്ക് അങ്ങനെ ചെയ്ത് നോക്കാം. ഇനി നമുക്ക് ഹോളടിച്ച് നോക്കാം. യെസ്, ഇത് വിജയകരമാണ്. വേണ്ട കണ്ടോ? അപ്പൊ പ്ലാസ്റ്റിക് കേട്ടില് ഹോളടിച്ചിട്ട് നിങ്ങൾക്ക് ചിലപ്പോൾ അറിയാം കേട്ടോ. ഞാനിത് നാട്ടിൽ പരീക്ഷിച്ചിട്ടുള്ളത്, പക്ഷെ മറന്നുപോയി. അപ്പോഴത്തെ ഫുള്ള് ഹോളടിച്ചിട്ടുണ്ട്. ഇനി നമുക്കിനകത്ത് അവർ ചകിരിച്ചോറ് നിറയ്ക്കാനാ പറഞ്ഞു. എൻ്റെ കയ്യിലിരിക്കുന്ന ഒരു ഇൻഡോർ പ്ലാന്റ്, പക്ഷെ എന്താ അതിന്റെ പേര് ഞാൻ മറന്നുപോയി. UK എന്തോ ഒരു പേര് മറന്നുപോയി. അപ്പൊ എൻ്റെ കയ്യിലുള്ള ഏകദേശം ചകിരിച്ചോറൊക്കെ തീർന്നു പോയിട്ടുണ്ട്. ഇനിയും കുറച്ച് മണ്ണുണ്ട്, അതൊക്കെ വെച്ചൊന്ന് ഫില്ല് ചെയ്ത് നോക്കാം. ഇത് കുറച്ച് ചകിരിച്ചോറും മണ്ണും മിക്സാ. ഞാൻ ദേ എൻ്റെ പ്ലാന്റ് കൊണ്ടുവന്നിട്ടുണ്ട്. ഈ ചെറുതല്ല, ദേ കണ്ടോ, ഇത് താഴേക്ക് വേരൊക്കെ വന്നിട്ടേ ചട്ടിയില് വേര് ഫില്ലായി. ഇത് നിറച്ചില ഉണ്ടായിരുന്നല്ലേ, എല്ലാം പോയി. ഇതാ കണ്ടോ, വേരെല്ലാം വെളിയിച്ചാടി. അപ്പൊ ഇതിന്റെ തൊട്ട് സൈസ് എന്ന് പറഞ്ഞാല് ഇല്ല, ഇത്രയും വലിയ ചട്ടിയാ ഉള്ളത്. അപ്പൊ ഇനി ഇത് പതുക്കെ ഇളക്കി അതിൽ വെക്കണം. നോക്കാം. അതിന് മുമ്പ് ചെടിക്കടയിൽ നിന്ന് കുറച്ച് വളർന്നു വന്നിട്ടുണ്ട്. ഇത് താഴെ ഇട്ട് കൊടുക്കാൻ പറഞ്ഞിട്ടെ, അതൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കണം. ഞാൻ ഇളക്കിയിട്ട് നല്ല വേര് മൂടിയിരിക്കുന്നത് കൊണ്ടേ ഇത് ഇളക്കിയെടുക്കാൻ ഇച്ചിരി പാടായിരിക്കും. ഒന്ന് തട്ടിയൊക്കെ കൊടുത്തിട്ടേ ഇളക്കിയെടുത്ത് വെക്കാം. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നിറച്ചിലയായിരുന്നു ഈ ചെടി. ശരിക്കും നിങ്ങൾ ദുബായി പോയിട്ട് വന്നപ്പോഴാണ് തോന്നുന്നു കുറേ ഇലകൾ വന്നിച്ചു. ഇത് പുതിയ നാമ്പൊക്കെ വന്നിട്ടുണ്ട്. അപ്പൊ എന്തായാലും ഒന്ന് റീപ്പോർട്ട് ചെയ്യണമെന്ന് വെച്ച്. കാരണം ഇവിടെ വരെ ഇലകളായിരുന്നു. ചെറിയ ഇല ഒരുമാതിരി മഞ്ഞിച്ചു പോയത്. സൂര്യപ്രകാശത്തിന്റെ കുറവും ഉണ്ടാവും, സൺലൈറ്റ് വളരെ കുറവ് കിട്ടിയത്. അപ്പൊ എന്തായാലും ഒന്ന് റീപ്പോർട്ട് ചെയ്ത് കുറച്ച് ദിവസം അകത്ത് വെച്ചിട്ട് ചെറിയ സൺലൈറ്റ് ഒക്കെ ഒന്ന് കാണിച്ചു കൊടുക്കാം. ഞാൻ ശരിക്കും ഇത് രാവിലെ, ഇപ്പൊ ഇവിടെ 6:30 കഴിഞ്ഞത്, 6:45 ആയതേ ഉള്ളൂ. രാവിലെ തന്നെ ഇത് റിപ്പോർട്ട് ചെയ്യാന്ന് വെച്ചത്. കല്യാണം എണ്ണിക്കുന്നതിന് മുമ്പാണെങ്കിലേ, അയ്യോ എന്റെ ടൂൾസ് അതിനകത്തിരിക്കുന്നു. കല്യാണം എണ്ണിക്കുന്നതിന് മുന്നേ ആണെങ്കിൽ ആ പൊടിയല്ലേ നമ്മൾക്ക് വെളിയിൽ, നമ്മൾ റൂമിനകത്തിട്ട് തന്നെയല്ലേ മാറുന്നത്. നമുക്ക് ബാൽക്കണി അല്ലെങ്കിൽ പുറത്തിറങ്ങി ചെയ്യാനൊന്നും പറ്റൂല. അപ്പൊ എന്തായാലും ഇങ്ങനെ പതുക്കെ ഒന്നേ ആക്കിയെടുക്കാം. ഇതന്ന് നമ്മളൊരു ഇൻഡോർ പ്ലാന്റ്സിന്റെ ഒരു വീഡിയോ ഇട്ടില്ലായിരുന്നോ? അതിനകത്തൊരു സ്റ്റാൻഡ് മേടിച്ചില്ലേ? അപ്പൊ കിട്ടിയ ആ സ്റ്റാൻഡിന്റെ കൂടെ കിട്ടിയ ടൂൾസാ. പക്ഷെ നല്ലതാ കേട്ടോ, നല്ല യൂസാ. നല്ല വേര് മൂടിയിരിക്കുക. ഇങ്ങനെ എങ്ങനെ ഇളക്കി എടുക്കുമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇങ്ങനെ കൂടി നിൽക്കുന്നോണ്ട് ആ വേരിനൊന്നും ഒരു ശക്തിയില്ല. എല്ലാം ഒരുമാതിരി വാടി നിൽക്കുക വേരുകളൊക്കെ. ഇവിടെ ഭയങ്കര ചൂടായിപ്പം. ഇന്നലെ ഞാൻ വെള്ളം ഒഴിച്ചതാണ്, എന്നിട്ടും കണ്ടില്ലേ നല്ല ഡ്രൈ ആണ്. ഇതിന്റെ താഴത്തെ വേര് കണ്ടോ? ഈ വേര് പൊട്ടിക്കാതെ ഇത് ഊരിയെടുക്കാൻ പറ്റില്ല.
നമുക്ക് ലാസ്റ്റ് ക്ലീൻ ചെയ്യാം. വേര് മറിച്ചങ്ങനെ വേരാണ്, എന്ത് ചെയ്യാനാണ്. ഇത് എനിക്ക് തോന്നി കുറച്ച് നേരത്തെ റിപ്പോർട്ട് ചെയ്യേണ്ടതായിരുന്നു, പറ്റിയില്ല. അങ്ങനെ എൻ്റെ കുറേ നേരത്തെ ശ്രമത്തില് അയ്യോ വീണ്ടും ജാമായോ. ഞാനൊന്ന് ഊരിയെടുത്തതാ, വീണ്ടും ജാമായി. ഒരു വലിയ യുദ്ധം കഴിഞ്ഞതുപോലെ ആയി. അതെ, കണ്ടോ, വേര് ഫുള്ള് ഇതായി നിൽക്കുക. ഇതിൽ ഇറക്കി വെച്ച് നമുക്ക് സെറ്റ് ചെയ്യാം. നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അതിന് മുമ്പ് ഞാനേ എൻ്റെ താഴത്തെ വേരൊക്കെ ഒന്ന് ശരിയാക്കട്ടെ. ഇതാണ് ചെടിക്കടയിൽ നിന്ന് കിട്ടിയ വളം. നമ്മുടെ ഈ 19 പോലെ എന്താ DNDയോ അങ്ങനത്തെ ഒരു വളമില്ലേ, അതുപോലെയൊക്കെ ഉണ്ട് കാണാൻ. ഈ ബീഡ്സ് മാത്രമേ. ഇത് പൊട്ടിക്കാൻ പറ്റുന്നില്ലല്ലോ. അല്ല, ഇനിയും കുറേ മണ്ണ് വേണം. ഞാൻ ഓൾറെഡി ചകിരിച്ചോറിടണമെന്നാണ് അവർ പറഞ്ഞത് ഇത് റിപ്പോർട്ട് ചെയ്യുമ്പോൾ. കാരണം ഇത് ഓൾറെഡി ചകിരിച്ചോറിലാണല്ലോ ഫുള്ള് നിൽക്കുന്നത്. അപ്പൊ ഇത്രയും ചകിരിച്ചോറ് നമ്മൾ ഒപ്പിക്കാൻ ഭയങ്കര പാടാണ്. നമ്മൾ ചകിരിച്ചോറ് ചോദിച്ചപ്പോൾ ഒരു ചെറിയ ഇതിന് 50 റിയാൽ എങ്ങാണ്ട പറഞ്ഞേന്ന് തോന്നുന്നു. പക്ഷെ നമ്മൾ അതിന് മുമ്പ് ചകിരിച്ചോറ് മേടിച്ചിട്ടുണ്ട്, അത്രയും ഇല്ലായിരുന്നു. 10 റിയാലോ 15 റിയാലോ അങ്ങനെ എന്തോ റേറ്റിനാ നമ്മളൊരു ചെറിയൊരു ചാക്ക് മേടിച്ചത്. പക്ഷെ ഇപ്പൊ ഭയങ്കര റേറ്റ്. പിന്നെ നമ്മുടെ കയ്യിൽ ഇത്രയും മണ്ണ് വെറുതെ ഇരിക്കുക. അപ്പം വെറുതെ ഇങ്ങനെ ഓരോ ചട്ടിയിലും മണ്ണ് നിറച്ചിട്ട് വെച്ചേക്കുക. അത് പണ്ടേരത്തെ ഉള്ള ചെടിയുടെയൊക്കെയാ. അപ്പൊ അതിലെന്തായാലും നട്ടു നോക്കാന്ന് വെച്ചു. ഞാന് പകുതി മണ്ണ് നിറച്ചിട്ടുണ്ട്, നമുക്ക് കുറിച്ച് ഇട്ട് നോക്കാം. ഇനി ബാക്കിയും കൂടി മണ്ണ് നിറക്കട്ടെ. അപ്പൊ അതെ, ഇച്ചിരി മണ്ണിന്റെ കുറവും കൂടി ഉണ്ട്. അത് വെളിയിൽ ഇരിപ്പുണ്ട്. അതെന്തായാലും മണ്ണ് വരാതെടുക്കാൻ പറ്റില്ല. കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും പൊടി അലർജി ആയതുകൊണ്ടേ വിൻഡോ ഫുള്ള് സീൽ ചെയ്ത് വെച്ചേക്കും, അത് ഇളക്കണം. അങ്ങനെതാ, ഇത് എത്രയും വലിയ ചിരിച്ചിട്ടിയാണെന്ന് കണ്ടാൽ മനസ്സിലാവും, എനിക്ക് അറിയില്ല. പക്ഷെ നല്ല വലിപ്പമുണ്ട്. അങ്ങനെ ഏകദേശം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കുറച്ച് മണ്ണും കൂടി ഇട്ടാൽ മതി. ചകിരിച്ചോറ് ഉണ്ടായിരുന്നെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ആയിരുന്നു. ടോപ്പിൽ ചകിരിച്ചോറ് ഇട്ടാൽ നല്ലതായിരുന്നു. സാരമില്ല, ഇതിപ്പോ മണലും ചകിരിച്ചോറും മിക്സാ മൊത്തത്തില്. അപ്പോൾ തമ്മീലി കൊടുത്ത കാര്യം പറയാം. സൗദിയിൽ ഇപ്പൊ പർദ്ദ നിർബന്ധമൊന്നുമല്ല, നമുക്ക് ഇഷ്ടമുള്ള ഡ്രസ്സൊക്കെ ധരിക്കാൻ പറ്റും. അങ്ങനത്തെ പ്രശ്നമൊന്നും, പർദ്ദ നിർബന്ധമൊന്നുമല്ല. പിന്നെ ഈ സമയത്ത് പുറത്തിറങ്ങുന്നത് എൻ്റെ പൊന്നോ രക്ഷയില്ലാത്ത ചൂടാണ്, ഭയങ്കര ചൂടാണ്, ഒരു രക്ഷയില്ല. നമുക്ക് എനിക്കൊന്ന് രാത്രി പോലും അങ്ങനെ പുറത്തിറങ്ങാൻ പറ്റുന്നില്ല, അത്രയ്ക്ക് ചൂടാണ്. അതൊക്കെയാണ് തമ്മിലി പറഞ്ഞത് കേട്ടോ. അപ്പോൾ ഇനിയും പറയാം. കല്യാണി ഭയങ്കരമായിട്ട് ഫോൺ യൂസ് ആണേ. അപ്പം എന്തെങ്കിലും ഒരു ആക്ടിവിറ്റീസ് കൊടുക്കാന്ന് വെച്ചു. അങ്ങനെ ആളെ ഒന്ന് ഡാൻസ് പഠിപ്പിക്കാൻ വിട്ടു. അതാണ് നമ്മൾ പോകുന്നത്. വ്യാഴം, വെള്ളി, ശനി, ഞായർ 4 ദിവസമാണ് ക്ലാസ് ഉള്ളത്. എന്തെങ്കിലും ആക്ടിവിറ്റീസ് കൊടുത്തില്ലെങ്കിലേ ആള് ഭയങ്കരമായിട്ട് ഫോൺ അഡിക്റ്റ് ആകും. ഞാനിങ്ങനെ ഓൺലൈനിൽ ഫസ്റ്റ് കൊടുത്തിരുന്നു. ഇത് സമ്മർ ക്ലാസ് ആണ്. ഇവിടെ ഇങ്ങനെ കോംബോ ആയിട്ട് എടുക്കാം, ഇല്ലെങ്കിൽ എങ്ങനെ വേണമെങ്കിലും എടുക്കാം. സിൽവർ പാക്ക്, ഗോൾഡ് പാക്ക്, പ്ലാറ്റിനം പാക്ക്, അങ്ങനെ കുറേ പാക്കൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ ഫസ്റ്റ് ഇങ്ങനെ ഓൺലൈനിൽ ഡാൻസ് ക്ലാസ് ജോയിൻ ചെയ്തിരുന്നു. ഇപ്പം ഞാനേ പഠിക്കുന്നേ ഉള്ളൂ, അവൾ സ്കിപ്പായി. അവള് ക്ലാസ്സിന് ഇരിക്കില്ല. പ്രത്യേകിച്ച് ഇപ്പം നമ്മൾ സ്കൂളിൽ കൊണ്ടുവിട്ടാൽ പോലും നമ്മളുണ്ടെങ്കിൽ അവൾ നമ്മുടെ അടുത്ത് ഓടി വരും. അതേപോലെയാണ് ഇപ്പോൾ ഓൺലൈനിൽ ക്ലാസ് നടക്കും, അവളിങ്ങനെ ഓടിക്കളിക്കും. അല്ലെങ്കിൽ അവൾ മാറി നിന്നിട്ട് ഫോൺ യൂസ് ചെയ്യും. ഞാൻ ഫോൺ എടുത്ത് മാറ്റിയാൽ കുറച്ച് നേരം ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കുരുക്ക് കാണിച്ചുകൊണ്ടിരിക്കും, അല്ലാതെ ആള് ക്ലാസ് അറ്റൻഡ് ചെയ്യില്ല. അപ്പം എന്തായാലും അത് നടക്കില്ലെന്ന് നമുക്ക് ഉറപ്പായി. അപ്പം എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി കൊടുത്തില്ലെങ്കിൽ ഫോൺ യൂസ് ഭയങ്കരമായിട്ട് കൂടും. ഇപ്പം ഫ്രണ്ട്സ് എല്ലാവരും നാട്ടിലും പോയി, വെക്കേഷൻ ആയതുകൊണ്ട് എല്ലാവരും നാട്ടിൽ പോയി. ഇനിയിപ്പോൾ എല്ലാവരും ഓഗസ്റ്റ് ലാസ്റ്റ് സെപ്റ്റംബർ വരും. ഇവിടെ വെക്കേഷൻ ക്ലാസ്, അതായത് സമ്മർ ഹോളിഡേ ആകുന്ന ടൈമിൽ സമ്മർ ക്ലാസ് എന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലുമൊക്കെ ആക്ടിവിറ്റീസ് സ്റ്റാർട്ട് ചെയ്യും. നമുക്കിങ്ങനെ വിട്ടാൽ ഫോൺ യൂസ് കുറയും,
ഇവർ പിന്നെ ആ ആക്ടിവിറ്റിയിലോട്ട് ശ്രദ്ധിച്ചോളൂ. അതുകൊണ്ടാണ്. അപ്പം അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അപ്പം ശരി, ഓക്കെ, ബൈ.